ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഒരു ഷോപ്പിംഗ് വ്ളോഗ് അല്ലെങ്കിൽ ഒന്നൊന്നര ഷോപ്പിംഗ് വ്ളോഗാണ് നമ്മുടേത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അടൂരുള്ള കരിക്കിനെ സിൽക്ക് ഗലേരിയയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുള്ളത് ആർക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവർ കുവൈറ്റിലാണ്. അപ്പോൾ കുവൈറ്റിലേക്ക് നമുക്ക് കൊടുത്തു വിടണം ഈ ഡ്രസ്സ്. അപ്പം കുറച്ച് നേരത്തെ നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലേറ്റായി. എന്നാൽ പോലും നമുക്ക് നെക്സ്റ്റ് ഡേ മാത്രമേ നമുക്ക് കൊടുത്തു വിടാനുള്ള ടൈം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയത് കുഞ്ഞിന് വേണ്ടിയിട്ട് സെറ്റായിട്ടുള്ള ഡ്രസ്സാണ് നോക്കിയത്. പക്ഷേ അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തൊരു ഡാർക്ക് ഗ്രീൻ കളറൊരു ഡ്രസ്സായിരുന്നു. അത് സെലക്ട് ചെയ്തിട്ട് അതിന് മാച്ച് ആവുന്ന നമ്മുടെ ഗൗണ് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ നോക്കിയപ്പം നമ്മൾ നോക്കിയ സൈസില്ല. അങ്ങനെ പിന്നെ ഗൗണിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഗൗണിൻ്റെ സെക്ഷനിൽ പോയപ്പോഴും ആ സൈസ് നമുക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ വളരെ എന്താ പറയുക, വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്നു. നമുക്ക് അവിടെ നിന്ന് ആ സൈസൊന്നും കിട്ടിയില്ല. അപ്പം കുറേ നമ്മൾ നോക്കി ആ സൈസ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി, മെറ്റീരിയൽ നോക്കി. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറും ഇല്ല, സൈസും ഇല്ല. ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കടയിലേക്ക് പോകാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഷോപ്പിന് ഏത് പോകും, ഉള്ളതിൽ നല്ലൊരു ഷോപ്പായിരുന്നു ഇത്. അപ്പോൾ പിന്നെ ഇവിടെ അത്ര നല്ല ഷോപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനും വല്യമ്മയും കൂടെ പിന്നെ കരുനാഗപ്പള്ളി പോകുന്നത് വെച്ചു. കരുനാഗപ്പള്ളി ഈസ്റ്റ് ഭാരത് എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടായിരിക്കാം. ആ ഒരു കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു, വീട്ടിലേക്ക് പോയിട്ടാണ് പിന്നെ അവിടുന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതുകൊണ്ടായിരിക്കും, നല്ല തിരക്കുള്ള സമയമായിരുന്നു. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ അവിടുത്തെ മാക്സും ട്രെൻഡ്സും അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ നോക്കിക്കൊണ്ട് പോവാണ്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ലാസ്റ്റ് എസ് ഭാരത് കണ്ടുപിടിച്ചു. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, കാരണം നമ്മൾ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ. എന്നാലും നമുക്ക് ഡ്രൈവറിന് അറിയില്ലായിരുന്നു ഇത് എവിടെയാണ് കറക്റ്റെന്ന്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച് നമ്മളവിടെ എത്തി. ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ചായ കുടിച്ചിട്ട് കയറാമെന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. പിന്നെ ഒരു ബ്രെഡ് റോസ്റ്റും മീറ്റ് റോളും ഒക്കെ കഴിച്ചു ഞങ്ങൾ. പിന്നെ നമ്മൾ എസ് ഭാരതി കയറി നമ്മൾ ഫസ്റ്റ് തന്നെ ഗൗണിൻ്റെ സെക്ഷനൊക്കെ നോക്കി. അപ്പം അവിടെയും നമ്മളെ നിരാശരാക്കി. അവിടെയും നമ്മൾ ഉദ്ദേശിച്ച സൈസ് അവിടെ ഇല്ല. നല്ല തിരക്കുണ്ടായിരുന്നു അന്ന്, നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. ഇതിന് മുന്നേയൊക്കെ പോകുമ്പോൾ തിരക്കുണ്ട്, പക്ഷേ ഇത്ര തിരക്കില്ലായിരുന്നു. ഇവട്ടം നല്ല തിരക്ക്. പിന്നെ നമ്മൾ എല്ലാ വട്ടം പോകുമ്പോഴും ഇപ്പോൾ നമ്മൾ ചുരിദാറോ കാര്യങ്ങളോ നോക്കുന്നുണ്ടെങ്കിൽ കളക്ഷൻ കുറവായിരിക്കും. ഈ വട്ടം കളക്ഷൻ നന്നായിട്ടുണ്ട്, പക്ഷേ സൈസില്ല, ഉദ്ദേശിച്ച കളറും ഇല്ല. പിന്നെ നമ്മൾ മെറ്റീരിയൽ നോക്കിയപ്പോൾ എനിക്ക് ഈ ഗ്രീൻ കളർ മെറ്റീരിയൽ കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നാലും അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് വേറൊരു ഷോപ്പ് നോക്കാമെന്ന് പറഞ്ഞാൽ അവിടെ കയറിയപ്പം അതിനേക്കാളും പ്രശ്നം അവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ഡ്രസ്സുകളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു നോർമൽ ഷോപ്പ് അത്രേ ഉള്ളൂ. അങ്ങനെ അവിടുന്ന് ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടേക്ക് പോകുമ്പോഴത്തേന് എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജിന് ഞങ്ങൾ ഡ്രസ്സ് എടുത്തത്, അത് കുറേ വർഷം മുന്നേ ആണ്. അപ്പം അവിടുന്ന് ഒന്ന് നോക്കാമെന്ന് വെച്ചു. നമ്മളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ തുപ്പാശ്ശേരിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള കടയിലേക്ക് നമ്മൾ വന്നു. അപ്പം അവിടെ ഇനി എന്തെങ്കിലും കിട്ടുമോ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വെച്ചിട്ടാണ് അവിടെ പോയത്. അവിടെ പോയപ്പോഴും എനിക്ക് തോന്നി അവിടെ നിന്ന് കിട്ടത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നോക്കിയപ്പം അവിടെയും കളക്ഷനൊന്നും ഇല്ല. പക്ഷേ നമുക്കൊരു കോട്ടും സൂട്ടും ഒക്കെ കുഞ്ഞിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഉദ്ദേശിച്ചൊരു കളറൊക്കെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രദറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു വൈറ്റ് ആയിട്ടുള്ള ഷർട്ട് വരുന്നുണ്ട്. പിന്നെ പാൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഹാറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ക്യാപ്പൊന്നും ഇല്ലാത്ത ഡ്രസ്സാണ്. അത് റേറ്റ് വന്നിട്ട് 1000 സംതിങ് ആണ്, അറൗണ്ട് ഒരു 2000 വരുന്നുണ്ടായിരുന്നു. അതിന് മുന്നേക്ക് നമ്മൾ കണ്ട ഈ ഒരു ഡ്രസ്സിന് ഈ ഒരു സെയിം മോഡലിന് തന്നെ 2000 ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ കുറച്ച് റേറ്റ് കുറവുണ്ടെന്നേ ഉള്ളൂ. സംഭവം ഇഷ്ടപ്പെട്ടു, പക്ഷേ സൈസ് കറക്റ്റ് ആവുമെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് 1 ഇയറിൻ്റെ ആണ് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊരു ഡൗട്ട്, ഇത് സൈസ് കറക്റ്റ് ആവുമെന്ന് അറിയില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് എന്തായാലും വന്നതല്ലേ, അപ്പോൾ ഇനിയിപ്പം എന്തായാലും നമ്മൾ ഉദ്ദേശമൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ കുറച്ച് നൈറ്റിയൊക്കെ എടുത്തു. അങ്ങനെ നൈറ്റിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ബില്ല് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അപ്പോഴത്തേക്കും സമയം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 6 മണി 7 മണി അല്ല 7 മണിയും കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിറങ്ങി. അപ്പം വല്യമ്മയ്ക്കൊന്ന് ബാത്റൂമിലൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ തന്നെ ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി
പിന്നെ ഞാനും വലിയട്ടയും വല്യമ്മ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നമ്മൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.